നമസ്കാരം, ഡിയോ എക്സ്പ്ലോറിൻ്റെ വേറൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെല്ലിയാമ്പതിയിലേക്ക് വന്ന ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണാത്തവർക്ക് ലിങ്ക് മേലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പൊന്നുവിൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനാണ് നമ്മൾ ഇത്തവണ നെല്ലിയാമ്പതി എത്തിയത്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരെയും കുത്തിപ്പൊക്കിയിട്ട് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനാണ് ഈ പോകുന്നത്. തലേന്ന് പാലക്കാട് നിന്ന് വരുമ്പോൾ തന്നെ ഒരു കേക്കും പിന്നെ കുറച്ച് ബലൂണും ഒക്കെ വാങ്ങിയിട്ട് അവൾ അറിയാണ്ട് വണ്ടീൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുലർച്ചയ്ക്ക് തന്നെ എണീറ്റ് ഞാനും അനിയനും കണ്ണനും കൂടി ബലൂണെല്ലാം ഊതി വീർപ്പിച്ച് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് കാറിൻ്റെ ഡിക്കിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സർപ്രൈസ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. അധികം ഇതൊന്നും ഇല്ലാത്ത തണുപ്പ് ഇടുന്നുണ്ട്. ഇടണോ? ഞാൻ ഇടണം. ഞാനിപ്പോ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടില്ലല്ലോ. സൂചിയും മതി. എനിക്ക് ഇഷ്ടമാണ് ഇതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഇതിപ്പോ നടത്തി പൊട്ടിക്കാം. ഹാപ്പി ബർത്ത്ഡേ. നമ്മള് 2 ദിവസം മുമ്പേ മേടിച്ച് വെച്ചിട്ട് ഇതിപ്പോ വാങ്ങിച്ചു. സെറ്റപ്പ് എന്നിട്ടോ ഇങ്ങോട്ട് കാണിച്ചു, ഇങ്ങോട്ട് കാണിച്ചേ. എന്നെ ഓളെ ലുക്കില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഇവിടെയാണ് സെറ്റാ നോക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരാൾ കുറെ നേരമായി ഞാൻ പിടിച്ചു നിൽക്കുന്നു. എനക്കൊന്ന് അവൾക്ക് ആദ്യം കൊടുത്തോണ്ട് കേക്കല്ലേ. ഞാൻ ഈ കേക്കിനെ കുറിച്ച് വിചാരിച്ചിട്ടാ. ഒന്ന് മാറിടോ. നിങ്ങളുടെ ഐഡിയ അടിപൊളി മതിയാ. നാളെ ഞാൻ കേക്ക് കുടിച്ചിട്ടല്ലെന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു. നമ്മള് രാത്രി ഇവള് പറഞ്ഞ രാത്രി ഞാൻ വന്നിട്ട് ലൈറ്റ് വേണം. ലൈറ്റ് വെച്ചിട്ട് വീടിന് പൊട്ടാൻ. ഹാപ്പി ബർത്ത്ഡേ വേണോ? താങ്ക് യു കണ്ണ. എനിക്ക് വേണ്ട, ഞാനില്ലേ ഈ കളി. അർജുന കിട്ടിയാ? കിട്ടി. എങ്ങനെ തോന്നുന്നു ഇന്നത്തെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് സർപ്രൈസ്? അടിപൊളി കിടു. ഞാൻ വിചാരിച്ച കേക്കായിരുന്നു സർപ്രൈസ് ആക്ച്വലി. ഓക്കെ, എന്നൊന്ന് മാറി. അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഓഫ് റോഡ് ട്രെക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റൂഫ് ടോപ്പിലെത്തി. അവിടെയാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള വ്യൂ ശരിക്കും എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് ഫുൾ തേയിലത്തോട്ടങ്ങളാണ്.
നല്ല കിളിപ്പച്ചൻ്റെയും ആകാശനീലേൻ്റെയും അടിപൊളി കോമ്പിനേഷൻ. ട്രെക്കിങ്ങിന് പോകേണ്ട തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നിട്ടാ, പെട്ടെന്ന് കഴിച്ചിറങ്ങി. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഇഡ്ഡലിയും സാമ്പാറും അപ്പവും മുട്ടക്കറിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ട്രെക്കിങ്ങിന് പോകേണ്ട ജീപ്പ് നമ്മൾ രാത്രി തന്നെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനുവേട്ടനാണ് നമ്മുടെ സാരഥി, മഹീന്ദ്ര ജീപ്പാണ് നമ്മുടെ താരം. ജീപ്പല്ലാതെ വേറെ ഒരു വണ്ടിയും അങ്ങോട്ട് പോകില്ലെന്നാണ് മൂപ്പര് പറയുന്നത്. മാക്സിമം 7 പേർക്ക് പോകാൻ പറ്റുന്ന ജീപ്പാണിത്. കാരപ്പാറ, കാരസൂരി, ആനമട വരെയുള്ള 14 കിലോമീറ്റർ ഓഫ് റോഡ് ഹിൽ ഡ്രൈവിന് ഇവർ ചാർജ് ചെയ്യുന്നത് 1500 രൂപയാണ്. അപ്പോൾ നമുക്കിനി ഒരു ജീപ്പ് റൈഡ് പോയിട്ട് വരാം. ഓക്കെ. മൊത്തം സർക്കാരിൻ്റെ ഓറഞ്ച് ഓഫാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഫുള്ളല്ലേ? വലത് ഭാഗത്ത് പാഷൻ ഫ്രൂട്ട് പ്ലാന്റേഷൻ, പാഷൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റേഷൻ, അതുപോലെ ചാമ്പയ്ക്ക, ഞാവൽപ്പഴം, പിന്നെ പേരയ്ക്ക. അപ്പോൾ ആ കാണുന്ന മരൻ്റെ അടുത്തേക്ക് പോകാൻ പോകും. ഓർമ്മനും മുടിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരുപാട് നേരത്തെ പോകണി ഇതിനേക്കാളും ഭംഗിയായി. അപ്പോൾ കുറച്ച് ചൂടാകുന്നതോറും ആ മഞ്ഞ് വീഴി പോകും. മേഘം ഇതിനേക്കാളും ഭംഗിയാണ് അവിടെ പോയി കാണും. അപ്പോൾ പോകുമ്പോൾ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ഏറ്റവും നല്ല വഴിയാണ്. മഴയ്ക്ക് ശേഷമാണ് ശരിക്കും തട്ടുകല്ല. അതേപോലെ കാണാൻ ഭംഗി കൂടിയ സമയം ജൂൺ ജൂലൈക്ക് ശേഷമാണ്. നല്ല പച്ചപ്പായിരിക്കും, നല്ല വെള്ളം ഒഴുക്കുണ്ടാവും സ്ഥലങ്ങളെല്ലാം. ഓണമെന്നും നല്ല നെന്മാറ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ചെക്ക് പോസ്റ്റാണിത്. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയാണ് ടൈമിംഗ്. ഒരാൾക്ക് 50 രൂപയും ജീപ്പിന് 100 രൂപയാണ് എൻട്രി ഫീ. ഇത് നേരത്തെ പറഞ്ഞ ആ 1500 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ എൻട്രി ഫീ എല്ലാം അടച്ചിട്ട് വണ്ടി എടുത്തു. ഇനിയാണ് ശരിക്കുള്ള ഓഫ് റോഡിങ് എക്സ്പീരിയൻസ്. രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പിന് വന്നാൽ ചിലപ്പോൾ വന്യമൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ഭാഗ്യം കൂടെ വേണം. ഇങ്ങനെ ഒരു പക്ക ഓഫ് റോഡിങ് ട്രിപ്പ് ഇതാദ്യമായിട്ടാണ്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടപ്പാ. വണ്ടി അതിലേക്കൂടെ പോന്നോ, അതാണ് റോഡ്. കുലുങ്ങി കുലുങ്ങി മനുഷ്യൻ്റെ നട്ടും ബോൾട്ട് വരെ ഇളകും. ഇളകി മറിഞ്ഞ് രാവിലെ എത്തുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ശരിക്കും ജീപ്പ് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഇന്നാണ്. വെറുതെ അല്ല ഇതിന് ഇത്ര ഫാൻസ്. ഏത് കുണ്ടും കുഴിയും മലയും കാടും വെള്ളവുമല്ല ഇത്ര ഈസിയായി ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു മുതലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിൻ്റെ ടയർ ഇങ്ങനെ ഓരോ പാറേൻ്റെയും കല്ലിൻ്റെയും മുകളിലൂടെ പിടിച്ച് അങ്ങ് കയറിപ്പോയിക്കോളും. എല്ലാറ്റിനും മുകളിൽ അതിന് തീറ്റി പോറ്റാനാണെങ്കിൽ വലിയ ചിലവുമില്ല. മൊത്തം വെള്ളം ഒഴുകുന്ന വഴിയാണ്.
നമുക്ക് ഇനിയും പോകാനുണ്ട്. അങ്ങനെ ഈ റൂട്ടിലത്തെ ആദ്യത്തെ സ്പോട്ടിലെത്തി. മിന്നമ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വെയിലടിക്കാൻ തുടങ്ങിയത് കൊണ്ട് കോടയൊക്കെ കുറച്ച് കുറവായിരുന്നു. പക്ഷേ നല്ല കാറ്റും ആ കാറ്റിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അവിടുന്ന് ഇനി കുറച്ചുകൂടെ പോയാലാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായ കാരസൂരി. കണ്ടതെല്ലാം മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളെയും കാത്ത് ഒരു കിടിലം വ്യൂ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പാവങ്ങളുടെ ഊട്ടിന്ന് നെല്ലിയാമ്പതിനെ വിളിക്കുന്നത് വെറുതെ അല്ല, ശരിക്കും ഒരു ഊട്ടി ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ ആ മേഘങ്ങൾ നമ്മളെ കെട്ടിപ്പിടിക്കാൻ ഓടി വരുന്ന പോലെ തോന്നും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ കണ്ണും പൂട്ടി നിന്നാൽ നമ്മൾ അങ്ങനെ പറന്നു പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോകാൻ തോന്നില്ല. ഒരു ദിവസം മുഴുവനും ഇവിടെ കാറ്റും കൊണ്ടിരുന്നാൽ മതിയെന്നാവും. ഒരു 10-20 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സാരഥി മനുവായിട്ടും തിരിച്ചു വിളിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ട് അന്ന് ഓട്ടം കൂടുതലാണ്. മൂപ്പരുടെ കഞ്ഞിയിൽ നമ്മളായിട്ട് പാട്ടിയിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മല ഇറങ്ങാൻ തീരുമാനിച്ചു. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോയാൽ ആനമട എന്നൊരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. അത്യാവശ്യം നല്ല വെയിലടിക്കാൻ തുടങ്ങിയത് കൊണ്ട് അങ്ങോട്ട് ഇനി പോയാൽ കോടയൊന്നും പ്രത്യേകിച്ച് കാണാൻ കിട്ടില്ലെന്ന് മൂപ്പർ പറഞ്ഞപ്പോൾ പിന്നെ തൽക്കാലം ആ വ്യൂ പോയിൻ്റ് വേണ്ടെന്ന് വെച്ചു. വീക്കെൻഡോ ഹോളിഡേ ഒന്നും അല്ലാത്ത തിരക്കില്ലാത്ത ഒരു സമയത്ത് വന്നാൽ ഇതുപോലുള്ള ഒരുപാട് സ്പോട്ടുകൾ കാണിച്ചു തരാമെന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഒന്നുകൂടെ ഒന്ന് പോകണം. രാജമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന പോലെ നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.